ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. താൻ സച്ചിയെ വിളിച്ചു നോക്കാമെന്ന് അനൂപ് പറയുമ്പോൾ വേണ്ടെന്നും അവനെന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കുമെന്നും കമല പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ലച്ചുവിന് ബോധം വരുന്നതാണ്. സച്ചിയുടെ ടെൻഷനോടെയുള്ള മുഖം കാണുമ്പോൾ ലച്ചു ചോദിക്കുകയാണ്, ഞാൻ ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ സച്ചിയേട്ടൻ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കാനായിട്ട്. എൻ്റെ ലച്ചു ഹോസ്പിറ്റലിൽ നിന്നാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും സച്ചിയേട്ടൻ സമാധാനമായിട്ടിരിക്കാനും ലച്ചു പറയുന്നു. ഞാനേ പോകട്ടെ, എൻ്റെ പോപ്പി എന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും. പോപ്പിയോ അതാരാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ എൻ്റെ പോമറേനിയനാണെന്നും എനിക്കൊരു വൈയാഗ്യം ഉണ്ടെന്ന് തോന്നിയാലേ അവള് എൻ്റെ പിന്നിൽ നിന്നും മാറില്ലെന്നും എൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്നും അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നും ലച്ചു പറയുന്നു. ഞാൻ കൊണ്ടുവിടാമെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും അർച്ചനയുടെ അടുത്ത് ആരുമില്ലല്ലോ. അർച്ചന ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് സച്ചിയേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്കാനും ഞാനൊരു ഓട്ടോ കയറി പോയിക്കൊള്ളാമെന്നും ലച്ചു പറയുന്നു. തുടർന്ന് സച്ചിയോട് നന്ദി പറയുകയാണ് ലച്ചു. താനെന്തിന് എന്നോട് താങ്ക്സ് പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്നോട് കാണിച്ച നന്ദിക്കും കരുതലിനുമാണെന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. സച്ചി ഇതുവരെ കാണാത്തത് കൊണ്ട് തന്നെ ടെൻഷനോടെ ഇരിക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. അതേസമയം സിസ്റ്റർ വന്ന് ആഹാരം കഴിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നും ഹസ്ബൻഡ് വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് അർച്ചന അവരെ പറഞ്ഞു വിടുന്നു. പിന്നീട് കാണിക്കുന്നത് ലച്ചു പോയതിനു ശേഷം വിഷമത്തോടെ അർച്ചനയുടെ റൂമിലേക്ക് വരുന്ന സച്ചിയാണ്. തുടർന്ന് അർച്ചന വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നിട്ട് എന്തു പറ്റി സച്ചിയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുകയാണ് സച്ചി. ഇത് കേൾക്കുന്ന അർച്ചന മനസ്സിൽ പറയുകയാണ്, ഇനി ഡോക്ടർ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കാണുമോ, അതാകുമോ സച്ചിയേട്ടൻ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നത്. തുടർന്ന് അർച്ചനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. സേതുമാധവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് ഉറക്കത്തിൽ ഞെട്ടിയുണരുകയാണ് അവന്തിക. പെട്ടെന്ന് തന്നെ ആരോ വടികൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് പോലെ അവന്തികയ്ക്ക് തോന്നുകയാണ്. തുടർന്ന് അവന്തിക എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് തന്റെ മുന്നിൽ ചാരു കസേരയിൽ ഇരുന്ന് തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന തന്റെ അച്ഛനെയാണ്. തന്റെ അച്ഛനെ കണ്ട് ഞെട്ടലോടെ ഇരിക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. അവന്തിക ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ ആ രൂപം അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ഭയത്തോടെ ചുറ്റും നോക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദനും സന്ധ്യയും കൂടി ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നതാണ്. അങ്ങനെ സന്ധ്യ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നന്ദൻ പറയുകയാണ്, എന്തായിരുന്നു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. അത് പിന്നെ അവന്തികയുടെ കാര്യമാണെന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, എന്താണെങ്കിലും അവള് മ്യൂച്വൽ ഡിവോഴ്സ് തരില്ലെന്ന് എനിക്ക് ഇന്നലത്തെ കൊണ്ട് തന്നെ ഉറപ്പായിട്ടുണ്ട്. തനിക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് താലി കെട്ടി നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാമെന്ന് നന്ദൻ പറയുമ്പോൾ എനിക്ക് സമ്മതമാണെന്നും അച്ഛനോടുകൂടി സമ്മതം ചോദിക്കണം, അവർക്കും കൂടി താല്പര്യമാണെങ്കിൽ നമുക്കുടൻ തന്നെ വിവാഹം നടത്താമെന്നും സന്ധ്യ പറയുന്നു. എന്താണെങ്കിലും എന്റെ ജീവിതം ഇല്ലാതാക്കിയതിന് അവന്തിക അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് നന്ദൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക അനിരുദ്ധനെയും മൂർത്തിയെയും വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. എനിക്ക് അമ്മാവനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അന്നച്ഛൻ സേതുമാധവന് പണം കൊടുക്കാൻ പോകുമ്പോൾ അമ്മാവനും കൂടെ ഉണ്ടായിരുന്നില്ലേ. അന്ന് കൊടുത്ത പണത്തിന് അച്ഛൻ എന്തെങ്കിലും എഗ്രിമെന്റ് വാങ്ങിയിട്ടുണ്ടോ. വിനയചന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ സേതുമാധവൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സേതുമാധവൻ എല്ലാം കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണല്ലേ എന്ന് അവന്തിക പറയുമ്പോൾ നിന്റെ അച്ഛന്റെ മരണശേഷവും ഞാൻ ആ സേതുവിന്റെ കാലിൽ ചെന്ന് വീണതാണെന്നും തരാൻ സാധ്യമല്ലെന്ന് അയാളെന്ന് തീർത്തു പറഞ്ഞതാണെന്നും അനിരുദ്ധൻ പറയുന്നു. അല്ല മോളെന്താ ഇപ്പോ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വേണമല്ലോ എന്ന് അവന്തിക പറയുന്നു. സേതുമാധവനെയും ആ വീട്ടിലുള്ളവരെയും ഒരിക്കലും വെറുതെ വിടരുതെന്നും അവരെ എല്ലാവരെയും തന്നെ തകർത്ത് തരിപ്പണമാക്കണമെന്നും അനിരുദ്ധൻ പറയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റിട്ടുണ്ടെന്നും ഉടൻ തന്നെയെല്ലാം പ്രാവർത്തികമാക്കാൻ തുടങ്ങുമെന്നും അവന്തിക പറയുന്നു. ഇനി ഞാൻ നെല്ലിശ്ശേരിയുടെ പടികറന്ന ദിവസം സേതുമാധവന്റെയും മക്കളുടെയും അവസാനമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. സച്ചിയുടെ വിഷമത്തോടെയുള്ള മുഖം കണ്ട് അർച്ചന ചോദിക്കുകയാണ്, സച്ചിയേട്ടൻ എന്നിൽ നിന്നും എന്തോ മറക്കുന്നുണ്ടെന്നും സച്ചിയേട്ടന് അത് വളരെ വിഷമമുണ്ടാക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. സച്ചിയേട്ടന് എന്താ പറ്റിയതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒന്നുമില്ലടോ, തന്റെ കാര്യം ഓർത്തു തന്നെയാ എനിക്ക് വിഷമമെന്ന് സച്ചി പറയുന്നു. സച്ചിയേട്ടൻ വിഷമിക്കാതെ, മരണക്കിടക്കയിൽ നിന്നും ഞാൻ തിരികെ വന്നില്ലേ, ഇനി എന്താണെങ്കിലും നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് അർച്ചന പറയുന്ന സമയത്താണ് സിസ്റ്റർ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. കുഞ്ഞിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. കുഞ്ഞിന് ഫീഡ് ചെയ്യണമെന്ന് സിസ്റ്റർ പറയുമ്പോൾ സച്ചി കുഞ്ഞിനെ സിസ്റ്ററുടെ കയ്യിൽ നിന്നും വാങ്ങി നോക്കുകയാണ്. തുടർന്ന് സന്തോഷത്തോടെ കുഞ്ഞിനെ അർച്ചനയ്ക്ക് കൊടുത്ത് സച്ചി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. സന്തോഷത്തോടെ അർച്ചനയും കുഞ്ഞിനെയും നോക്കി നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.